വിശദമായ വാർത്തയിലേക്ക്. മൈക്രോ ഫിനാൻസിന്റെ പേരിൽ SNDP തട്ടിപ്പ് നടത്തിയെന്ന് വിജിലൻസ്. 80.3 ലക്ഷത്തിന്റെ തട്ടിപ്പ് നടന്നതായി രഹസ്യപരിശോധനയിൽ കണ്ടെത്തിയതായും വിജിലൻസ് പ്രത്യേക കോടതിയെ അറിയിച്ചു. VSന്റെ ഹർജി പരിഗണിക്കവെയാണ് വിജിലൻസ് ഇക്കാര്യം അറിയിച്ചത്. പിന്നാക്ക സമുദായ കോർപ്പറേഷനിൽ നിന്ന് വായ്പയെടുത്ത് വെള്ളാപ്പള്ളി നടേശൻ അമിത പലിശയ്ക്ക് നൽകിയതിന്റെ തെളിവുകൾ പീപ്പിൾ TV പുറത്തുവിട്ടിരുന്നു. ഇക്കാര്യം ശരിവെക്കുന്നതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. 80.3 ലക്ഷത്തിന്റെ തട്ടിപ്പ് പ്രാഥമികമായി കണ്ടെത്തിയെന്ന് വിജിലൻസ് കോടതിയെ അറിയിച്ചു. രഹസ്യ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. രഹസ്യാന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നാക്ക സമുദായ കോർപ്പറേഷൻ മുൻ മാനേജിംഗ് ഡയറക്ടർ നജീബിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരുന്നു. വിരമിച്ചതിനാൽ വകുപ്പ് തല നടപടി സാധ്യമല്ലെന്നും വിജിലൻസ് കോടതിയെ അറിയിച്ചു. തുടർന്ന് രഹസ്യ പരിശോധനാ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി വിജിലൻസിന് നിർദ്ദേശം നൽകി. അതേസമയം തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്ന് വെള്ളാപ്പള്ളി പ്രതികരിച്ചു. ഞാൻ ഒരു നയാ പൈസ പോലും ക്രമക്കേട് കാണിച്ചിട്ടില്ല. ഞാൻ ഒരു പൈസ തൊട്ടിട്ടില്ല, എടുത്തിട്ടില്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ വരുമ്പോൾ അത് തെളിയിച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കും. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വെള്ളാപ്പള്ളി നടേശന് പ്രതി ചേർത്ത് കേസെടുക്കണമെന്നായിരുന്നു VSന്റെ ഹർജിയിലെ ആവശ്യം. ഹർജി പരിഗണിക്കുമ്പോഴാണ് തട്ടിപ്പ് നടന്നെന്ന പ്രാഥമിക കണ്ടെത്തൽ വിജിലൻസ് ലീഗൽ അഡ്വൈസർ കോടതിയെ അറിയിച്ചത്. വിശദ അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഈ മാസം 11-ന് കോടതി തീരുമാനമെടുക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പാസ്റ്ററുടെ മകൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പാസ്റ്റർ അശോകന്റെ മകനായ നിഖിലാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. നിഖിലിനെ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈകുന്നേരം 4:30യോടുകൂടിയാണ് പാസ്റ്റർ അശോകന്റെ മകൻ നിഖിൽ ദേവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. സഹോദരി നിജില നിഖിൽ തൂങ്ങി നിൽക്കുന്നത് ജനലിലൂടെ കണ്ടു. ഇതേ തുടർന്ന് നിജിലയുടെ നിലവിളി കേട്ട് ബന്ധുക്കളും അയൽവാസികളും എത്തി വാതിൽ ചവിട്ടി തുറന്നാണ് നിഖിലിനെ രക്ഷപ്പെടുത്തിയത്. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നിഖിലിനെ CT സ്കാനിന് വിധേയനാക്കി. നിഖിൽ അപകടനില തരണം ചെയ്തിട്ടുണ്ടെങ്കിലും ബോധം വീണ്ടെടുത്തിട്ടില്ല. MP കൊടിക്കുന്നിൽ സുരേഷും ബന്ധു ഷീജയുമാണ് ഇതിന് കാരണമെന്ന് സഹോദരി നിജില പറഞ്ഞു. 2 ദിവസമായിട്ട് മാനസികമായിട്ട് വിഷമത്തിലായിരുന്നു. കൊടിക്കുന്നിൽ സുരേഷും ഷീജയും കൂടെ ഞങ്ങളെ വീട് കയറി ആക്രമിച്ചതാണ്. അല്ല, സുരേഷ് പറയും പോലെ എൻ്റെ അച്ഛൻ ആരെയും ആക്രമിച്ചിട്ടില്ല. ഞങ്ങൾ നിരപരാധികളാണ്. പിതാവ് അശോകന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിനെ തുടർന്ന് നിഖിൽ മനോവിഷമത്തിലായിരുന്നു. ഇതേ തുടർന്നായിരുന്നു ആത്മഹത്യാ ശ്രമം. CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ നിഖിലിനെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. ഇതിന് ഉത്തരവാദി ആഭ്യന്തരമന്ത്രിയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. യഥാർത്ഥത്തിൽ ഇത്തരമൊരു അവസ്ഥ ഇരട്ട നീതി നടപ്പിലാക്കുന്നതായിട്ടുള്ള നമ്മുടെ ഗവൺമെന്റ് സൃഷ്ടിക്കുന്നതാണ്, ആഭ്യന്തര വകുപ്പ് സൃഷ്ടിക്കുന്നതാണ്. ഉത്തരവാദി യഥാർത്ഥത്തിൽ ആഭ്യന്തര മന്ത്രിയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത്. കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായ പാസ്റ്റർ അശോകനും ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രിക്കെതിരെ നിയമ നടപടിയെടുക്കാൻ DGP ജേക്കബ് തോമസിന് അനുമതിയില്ല. അനുമതി നൽകാൻ താൻ തയ്യാറായെങ്കിലും മന്ത്രിസഭ അനുവദിച്ചില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഏത് നടപടിയും നേരിടാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട DGP ജേക്കബ് തോമസ് നേരത്തെ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു. അനുമതി ആവശ്യപ്പെട്ടുള്ള ഫയൽ തന്റെ മുന്നിൽ വരുമ്പോൾ നിശ്ചയമായും നിയമ നടപടിക്ക് അനുമതി നൽകുമെന്നാണ് അന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഫയൽ തന്റെ മുന്നിൽ വന്നപ്പോൾ മലക്കം മറിയുന്ന മുഖ്യമന്ത്രിയെയാണ് കണ്ടത്. മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾ അനുമതി നൽകുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുവെന്നും അതിനാൽ അത് കൊടുത്തില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് കൊടുക്കണം എന്നുള്ള അഭിപ്രായമായിരുന്നു. പക്ഷേ ക്യാബിനറ്റിൽ ചർച്ച ചെയ്തപ്പോൾ എല്ലാവരും അത് എൻ്റെ വ്യക്തിപരമായ പ്രശ്നമല്ല, അഡ്മിനിസ്ട്രേഷൻ്റെ പ്രശ്നമാണ് എന്ന അഭിപ്രായം പറഞ്ഞു. പത്താംകോട്ടിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നിരഞ്ജൻ കുമാറിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ആ കുടുംബത്തിന് 50 ലക്ഷം രൂപ ഗവൺമെൻറ് സഹായധനമായി നൽകും. നിരഞ്ജൻ കുമാറിൻ്റെ ഭാര്യയ്ക്ക് ഗവൺമെൻറ് സർവീസിൽ ജോലി കൊടുക്കുന്നതാണ്. പാലക്കാട് മെഡിക്കൽ കോളേജ് സ്റ്റേഡിയത്തിന് നിരഞ്ജൻ കുമാറിന്റെ പേര് നൽകും. നിരഞ്ജൻ കുമാറിന്റെ സ്ഥലത്തുള്ള കൊല്ലങ്കോട് എളമ്പാശ്ശേരി റോഡ് നവീകരണത്തിന് 4 കോടി രൂപ അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 2015-16 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച സമ്പൂർണ്ണ ആരോഗ്യ കേരളം പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാർഷിക കടങ്ങൾക്ക് 30/6/2016 വരെ മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ തീരുമാനമായി. അധ്യാപക പാക്കേജ് വിഷയത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 18 ലക്ഷം പേർക്കുള്ള ക്ഷേമ പെൻഷനുകളുടെ ചെക്ക് വിതരണം ഫെബ്രുവരി 6-ന് ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ അതാത് ജില്ലകളിൽ നടക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
വെള്ളാപ്പള്ളിയുടെ അഭിഭാഷകനായ രാജൻ ബാബു ചെയ്തത് മുന്നണിക്ക് നിരക്കാത്ത കാര്യമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. രാജൻ ബാബുവിനെതിരെ കൈക്കൊള്ളേണ്ട നടപടി UDF തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളാപ്പള്ളി വഴി BJPയുമായി ബന്ധം സ്ഥാപിക്കാനാണ് ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണനും അഭിപ്രായപ്പെട്ടു. ശ്രീ രാജൻ ബാബു UDFന്റെ നിലപാടനുസരിച്ചല്ല പ്രവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ നിലപാട് ഒരു വിധത്തിലും ന്യായീകരിക്കാൻ സാധ്യമല്ല. രാജൻ ബാബു ഉമ്മൻചാണ്ടിയുടെ ഒരു ദൂതനായിട്ടാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ്റെ ലീഗൽ അഡ്വൈസറും ആ പാർട്ടിയുടെ ഭരണഘടനയുടെ ശില്പിയുമാണ്. എന്നിട്ടും രാജൻ ബാബുവിനെ UDFിൽ നിന്ന് പുറത്താക്കാത്തത് ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതുകൊണ്ടാണ്. സംഘർഷം ഒഴിവാക്കാൻ ചർച്ച നടത്താൻ CPIM-ന് താൽപര്യമില്ലെന്ന് കുമ്മനം രാജശേഖരൻ. കത്തി താഴെ വെച്ച് ചർച്ച വേണമെന്നാണ് കോടിയേരി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോടിയേരിയുടെ സമീപനം ആത്മാർത്ഥതയില്ലാത്തതെന്നും കുമ്മനം ആരോപിച്ചു. മദ്യനയത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് CPIM-ന്റെ നയമെന്ന് കോടിയേരി വ്യക്തമാക്കി. അതുകൊണ്ട് CPM-ന്റെ മദ്യനയം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ഞങ്ങളുടെ നിലപാട് മദ്യവർജനമാണ്. മദ്യനിരോധനം പ്രാവർത്തികമല്ല എന്ന അനുഭവത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ട് മദ്യോപയോഗം കുറച്ചു വരുന്ന ഒരു മദ്യനയത്തിനായിരിക്കും ഇടതുപക്ഷ മുന്നണി രൂപം കൊടുക്കാൻ പോകുന്നത്. മദ്യവർജനം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിനാണ് CPM മുൻകൈയെടുക്കാൻ പോകുന്നത്. ഈ ഒരു മദ്യനയം വ്യക്തമായിട്ട് CPM പ്രഖ്യാപിച്ചിട്ടും CPM-ന് നയമില്ല എന്ന് ഉമ്മൻചാണ്ടി പ്രചരിപ്പിക്കുന്നത് ബാർ കുംഭകോണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങൾ കാരണം അവരുടെ മദ്യനയം പരിഹാസ്യമായി എന്ന് വന്നപ്പോഴാണ് ഇത്തരമൊരു പ്രചരണം ഉമ്മൻചാണ്ടി ഏറ്റെടുത്തിട്ടുള്ളത്. ബാർ കേസിൽ KM മാണി സുപ്രീം കോടതിയെ സമീപിക്കുന്നു. തനിക്കെതിരായ ഹൈക്കോടതി പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുക. ഇതു സംബന്ധിച്ച് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുമായി KM മാണി ചർച്ച നടത്തി. ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് HIV പിടിപെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ആലപ്പുഴ DMO അറിയിച്ചു. ചില രോഗികളെ പരിശോധിക്കുമ്പോൾ മുൻകരുതൽ എന്ന പേരിൽ ഡോക്ടർമാർ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്താറുണ്ട്. ഇതുമാത്രമാണ് ജനറൽ ആശുപത്രിയിൽ നടന്നതെന്നും ഡോക്ടർ വസന്തദാസ് അറിയിച്ചു. അപകടത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച രോഗിയിലാണ് HIV ബാധ കണ്ടെത്തിയത്. ഇയാൾക്ക് അടിയന്തര ചികിത്സ നൽകിയ ഡോക്ടർമാർ ഉടൻ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്തു. എന്നാൽ ഇതൊരു പുതിയ സംഭവമല്ലെന്നും ഇത്തരം സംഭവങ്ങൾ കേരളത്തിലെ മിക്ക ആശുപത്രിയിൽ നടക്കാറുണ്ടെന്നും ഇതുമൂലം ഡോക്ടർമാർക്ക് HIV പിടിപെടും എന്ന തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ആലപ്പുഴ DMO ഡോക്ടർ വസന്തദാസ് പറഞ്ഞു. സാധാരണഗതിയിൽ നമ്മൾ രോഗികളെ പരിശോധിക്കുമ്പോൾ ആക്സിഡന്റലായിട്ട് നീഡിൽ പ്രിക്കുകൾ കിട്ടാറുണ്ട്. അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന പ്രൊഫൈലൈക്കൊക്കെയുള്ള മരുന്നെടുക്കുകയാണ്. അതിനുള്ള സംവിധാനങ്ങൾ മെഡിക്കൽ കോളേജിലുണ്ട്. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടേണ്ട കാര്യമല്ല. ആദ്യത്തെ ഒരു സംഭവമല്ല, ഇത് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് തെറ്റിദ്ധാരണാജനമായിട്ടുള്ളൊരു വാർത്തയാണ്. അസുഖം ഒരു പ്രിക്ക് കൊണ്ടൊന്നും ഒരിക്കലും ഒരു അസുഖം വരില്ല. HIV എന്ന് പറയുന്ന സാധനം ഒരു പ്രിക്ക് കൊണ്ടൊന്നും വരുന്നതല്ല. അതിനേക്കാൾ എളുപ്പത്തിൽ വരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് B. HIV പോസിറ്റീവ് ആണെന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമല്ല, പരിശോധിക്കപ്പെടുന്ന ഒരു രോഗിക്ക് ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നീഡിൽ ഹാൻഡിൽ ചെയ്യുമ്പോഴോ പ്രിക്ക് കയറ്റി കഴിഞ്ഞാൽ പ്രൊഫൈലായിക്കായിട്ട് നമ്മൾ സാധാരണ ഇവരെടുക്കാറുണ്ട്. മുൻകാലങ്ങളിൽ അപകടത്തെ തുടർന്ന് ആശുപത്രിയിലെത്തുന്ന രോഗികളിൽ HIV ടെസ്റ്റുകൾ നടത്താറില്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ HIV ബാധിതർ പോലും രോഗവിവരം അറിയാറില്ല. ഈ സാഹചര്യത്തിലാണ് മുൻകരുതലെന്ന നിലയിൽ അബോധാവസ്ഥയിലെത്തുന്ന രോഗികൾക്ക് HIV പരിശോധന നടത്തുന്നത്. ഇത്തരത്തിൽ നടത്തിയ പരിശോധനയെ തുടർന്നാണ് HIV ബാധിതനായ രോഗിയെ ചികിത്സിച്ച ഡോക്ടർമാർ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്തത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സ്ത്രീ സമൂഹത്തിനെതിരെ നൂറ്റാണ്ടുകളായി തുടരുന്ന അടിച്ചമർത്തലുകൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ പോരാട്ടവും പ്രതിരോധവും ശക്തിപ്പെടുത്താനുള്ള ആഹ്വാനവുമായി വനിതാ പാർലമെന്റ് കൊച്ചിയിൽ തുടരുന്നു. 3000-ലധികം സ്ത്രീകൾ പങ്കെടുക്കുന്ന വനിതാ പാർലമെന്റ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. നടി KPSU ലളിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. As women and as women in politics, it is very important for us to reach the critical number. Therefore, today, all over India, we demand from the Modi government, why this delay? Why this hesitation? Why are you afraid of bringing more women into parliament? സാമുദായിക ധ്രുവീകരണം സൃഷ്ടിക്കാൻ നടക്കുന്ന ശ്രമങ്ങളെ സ്ത്രീകൾ മുന്നിട്ടിറങ്ങി ചെറുത്തു തോൽപ്പിക്കണമെന്ന് വൃന്ദ കാരാട്ട് പറഞ്ഞു.
കുടുംബശ്രീയെ തകർക്കാൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന നീക്കങ്ങളെയും പരാജയപ്പെടുത്തണമെന്ന് വൃന്ദ ആവശ്യപ്പെട്ടു. ചലച്ചിത്ര താരം KPAC ലളിത ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 4000-ഓളം പ്രതിനിധികൾ വനിതാ പാർലമെന്റിൽ പങ്കെടുത്തു. സ്ത്രീപക്ഷ വികസനം മുൻനിർത്തിയുള്ള രേഖയ്ക്ക് വനിതാ പാർലമെന്റ് രൂപം നൽകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സീറ്റിലിരുന്ന് യാത്ര ചെയ്തതിന് ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ച ബസ് ജീവനക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മർദ്ദനത്തിൽ പരിക്കേറ്റ മലപ്പുറം സ്വദേശി അബ്ദുൾ സമദിന്റെ വൃഷണം നീക്കം ചെയ്തു. സീറ്റിലിരുന്നതിനാണ് ഭിന്നശേഷിക്കാരനായ അബ്ദുൾ സമദിനെ ബസ് ജീവനക്കാർ ക്രൂരമായി മർദ്ദിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു സംഭവം. കോഴിക്കോട് ചെമ്മാട് റൂട്ടിലോടുന്ന ബിസ്മില്ല ബസ്സിലെ ജീവനക്കാരാണ് സമദിനോട് ക്രൂരത കാട്ടിയത്. മർദ്ദനമേറ്റ കാര്യം സമദ് ആരോടും പറഞ്ഞിരുന്നില്ല. ശാരീരിക അസ്വാസ്ഥ്യം വർദ്ധിച്ചതോടെ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ശസ്ത്രക്രിയയിലൂടെ സമദിന്റെ വൃഷണം നീക്കം ചെയ്തു. മർദ്ദനം നടന്ന് ഒരാഴ്ച കഴിഞ്ഞ ശേഷമാണ് പോലീസ് കേസെടുത്തത്. ബസ് ജീവനക്കാർക്കെതിരെ തേഞ്ഞിപ്പലം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സമദിന് സഹോദരന്റെ പരാതിയിലാണ് പോലീസ് നടപടി. ബസ് കണ്ടക്ടർ സെയ്തലവിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 1993 മുംബൈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ആയുധം കൈവശം വെച്ചുവെന്ന കേസിൽ പൂനെ യർവാദ ജയിലിൽ കഴിയുന്ന ബോളിവുഡ് നടൻ സഞ്ജയ് ദത്തിന്റെ ശിക്ഷാ കാലാവധിക്ക് മുൻപ് മോചിപ്പിക്കും. നല്ല നടപ്പ് പരിഗണിച്ചാണ് നടപടിയെന്ന് മഹാരാഷ്ട്ര സർക്കാർ വ്യക്തമാക്കി. ഫെബ്രുവരി 27-ന് സഞ്ജയ് ദത്തിനെ വിട്ടയക്കുമെന്നും മഹാരാഷ്ട്ര സർക്കാർ അറിയിച്ചു. ഒക്ടോബറിലാണ് സഞ്ജയ് ദത്തിന്റെ ശിക്ഷാ കാലാവധി കഴിയേണ്ടത്. ഉത്തര കൊറിയ ആണവ പരീക്ഷണം നടത്തി. ഹൈഡ്രജൻ ബോംബ് പരീക്ഷണമാണ് നടത്തിയത്. പരീക്ഷണം വിജയിച്ചെന്ന് ഉത്തര കൊറിയ അറിയിച്ചു. പരീക്ഷണം ഭൂചലന മാഫിനിയിൽ 5.1 തീവ്രത രേഖപ്പെടുത്തി. ഇതിനു മുൻപ് 3 തവണ ഉത്തര കൊറിയ പരീക്ഷണം നടത്തിയിരുന്നു. പരീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിൽ ദക്ഷിണ കൊറിയ അടിയന്തര യോഗം ചേർന്നു. രാജ്യത്തിന്റെ വടക്ക് തെക്കൻ മേഖലയായ കിൽജു നഗരത്തിന് 50 കിലോമീറ്റർ അകലെയായിരുന്നു ഉത്തര കൊറിയ അണുവായുധ പരീക്ഷണം നടത്തിയത്. അണുബോംബിനേക്കാൾ 1000 മടങ്ങ് പ്രഹരശേഷിയുള്ള ഹൈഡ്രജൻ ബോംബാണ് ഉത്തര കൊറിയ പരീക്ഷിച്ചത്. പരീക്ഷണം വിജയകരമായിരുന്നുവെന്ന് ഉത്തര കൊറിയ അവകാശപ്പെട്ടു. അമേരിക്കയ്ക്കെതിരായ പ്രതിരോധത്തിന്റെ ഭാഗമാണിതെന്നായിരുന്നു അവരുടെ പ്രതികരണം. 4ാം തവണയാണ് ഉത്തര കൊറിയ അണുപരീക്ഷണം നടത്തുന്നത്. നേരത്തെ 2006-ലും 2009-ലും 2013-ലും അവർ അണുവായുധ പരീക്ഷണം നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് ഐക്യരാഷ്ട്രസഭ അന്ന് ഉത്തര കൊറിയയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുകയുണ്ടായി. എന്നാൽ അതൊന്നും വകവയ്ക്കാതെയാണ് ഇപ്പോൾ വീണ്ടും ഒരു പരീക്ഷണം കൂടി നടത്തിയിരിക്കുന്നത്. അണുപരീക്ഷണത്തെ തുടർന്ന് റിക്ടർ സ്കെയിലിൽ 5.1 രേഖപ്പെടുത്തിയ ഭൂചലനം ഈ മേഖലയിലുണ്ടായി. ഭൂചലനം ആണവപരീക്ഷണത്തെ തുടർന്നാകാമെന്ന് ദക്ഷിണ കൊറിയ സംശയം പ്രകടിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഉത്തര കൊറിയ വാർത്ത സ്ഥിരീകരിച്ചത്. ഇതോടെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ദക്ഷിണ കൊറിയയിൽ അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്നു. ഇരു കൊറിയകളും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ശത്രുത മൂർച്ഛിക്കുന്നതിന്റെ സൂചനയാണ് ലോകരാഷ്ട്രങ്ങൾ ഉത്തര കൊറിയയുടെ പുതിയ നീക്കത്തെ വീക്ഷിക്കുന്നത്. നാളെ ചേർന്ന UN രക്ഷാ കൗൺസിൽ ഇക്കാര്യം ചർച്ച ചെയ്യും. അമേരിക്ക അടക്കമുള്ള വൻ ശക്തികൾ ഉത്തര കൊറിയയ്ക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമായേക്കും. ഇന്റർനാഷണൽ ഡെസ്ക്. കതിരൂർ മനോജ് വധക്കേസിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ആവശ്യപ്പെട്ട് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജന് CBI നോട്ടീസ് അയച്ചു. CBI ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഇന്ന് ഹാജരാകണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ശാരീരിക അസ്വസ്ഥതകൾ മൂലം ഇന്ന് ഹാജരാകാനാവില്ലെന്ന് ജയരാജൻ അറിയിച്ചു. നേരത്തെ ഇതേ കേസിൽ ജയരാജനിൽ നിന്ന് CBI മൊഴിയെടുത്തിരുന്നു. പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട മുൻ SP-യുടെ മകനും ക്രിമിനലുമായ നിഖിലിനെ പിടിക്കാൻ കഴിയാത്തത് പോലീസിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു. പോലീസിൽ നിന്ന് വിവരം ചോരുന്നത് മൂലമാണ് നിഖിലിനെ പിടികൂടാൻ കഴിയാത്തതെന്ന ആരോപണമാണ് ഉയരുന്നത്. നിഖിലിനെ സംരക്ഷിച്ച കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്യാത്തതിൽ പോലീസിലും അമർഷം പുകയുകയാണ്. നിഖിലിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയെന്ന് ബോധ്യമായിട്ടും ഈ രീതിയിൽ അന്വേഷണം പോകാത്തതാണ് സംശയത്തിനിട നൽകുന്നത്. നെയ്യാറ്റിങ്കര ബിഷപ്പ് ഹൗസ് ആക്രമണ കേസിലെ പ്രതിയായിരുന്ന കോൺഗ്രസ് കൗൺസിലറിന്റെ നേതൃത്വത്തിലായിരുന്നു മുൻ SP KP ബാലചന്ദ്രന്റെ മകനും ക്രിമിനലുമായ നിഖിലിനെ രക്ഷപ്പെടുത്താൻ സഹായിച്ചതെന്ന് പോലീസിന് മനസ്സിലായിരുന്നു. രക്ഷപ്പെടാൻ സഹായിച്ച കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്താൽ നിഖിൽ എവിടേക്കാണ് രക്ഷപ്പെട്ടതെന്ന് വ്യക്തമാകുമെന്നിരിക്കെ ഇതിന് പോലീസ് തയ്യാറാവാത്തത് ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലമാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ഒളിവിലായ നിഖിലിനെ പിടികൂടാൻ ഒരാഴ്ചയിലേറെയായി പോലീസ് പിന്നാലെയുണ്ടെങ്കിലും പോലീസിന്റെ ഓരോ രഹസ്യ നീക്കങ്ങളും നിഖിൽ അറിയുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒളിവിലായ നിഖിൽ ഹൈക്കോടതി വഴി മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു എന്നത് പോലീസ് അറിഞ്ഞിട്ടും നിഖിലിന്റെ കാര്യത്തിൽ കള്ളനും പോലീസും കളി തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഓരോ തീർത്ഥാടന കാലത്തും നിരവധി കന്നിസ്വാമിമാരാണ് ശബരിമലയിലെത്തുന്നത്. ശരംകുത്തിയിലെ ശരക്കോലുകൾ ഇത് വ്യക്തമാക്കുന്നുമുണ്ട്. ഐതിഹ്യപെരുമയുള്ള ശരംകുത്തിയിൽ ശരം കുത്തിയ ശേഷമാണ് കന്നിസ്വാമിമാർ സന്നിധാനത്തേക്ക് എത്തുക. ആദ്യമായി ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരുടെ അഥവാ കന്നിസ്വാമിമാരുടെ അടയാളപ്പെടുത്തലാണ് ശരംകുത്തിയിലെ ഈ ശരക്കോലുകൾ.
ഇരുമുടിക്കെട്ടിനൊപ്പം കൊണ്ടുവരുന്ന ശരക്കോലുകൾ ശരംകുത്തിയിൽ കുത്തിവെച്ച ശേഷമാണ് കന്നിസ്വാമിമാർ സന്നിധാനത്തെത്തുക. ഈ ആചാരത്തിനു പിന്നിലെ ഐതിഹ്യത്തെക്കുറിച്ച് തന്ത്രി കണ്ഠരർ മഹേഷ് മോഹനർ. മാളികപ്പുറത്തമ്മ അയ്യപ്പനെ വിവാഹം ചെയ്യാൻ താല്പര്യമ്പോൾ അയ്യപ്പൻ പറഞ്ഞത് കന്യയ്യപ്പന്മാരില്ലാത്ത അവസരത്തിൽ, അതായത് ശരംകുത്താത്ത ഒരു അവസരത്തിൽ വിവാഹം ചെയ്യാമെന്ന് പറയുകയും അതാണ് ശരംകുത്തിയുടെ ഒരു ഐതിഹ്യം. കന്നിസ്വാമിമാർ വന്നോ എന്നറിയാൻ മകരവിളക്കിന് ശേഷം മാളികപ്പുറത്തമ്മ ശരംകുത്തിയിലേക്ക് എഴുന്നള്ളും. പക്ഷേ മാളികപ്പുറത്തമ്മ നിരാശയായി മടങ്ങാറാണ് പതിവ്. കാരണം ഓരോ തീർത്ഥാടന കാലത്തും നിരവധി കന്നിസ്വാമിമാരാണ് അയ്യപ്പ ദർശനത്തിനെത്തുന്നത്. ശബരിമലയിലെത്തുന്ന കന്നിസ്വാമിമാരുടെ എണ്ണം വർഷം തോറും വർദ്ധിക്കുകയാണ്. അതിനു തെളിവാണ് ശരംകുത്തിയിലെ ഈ ശരങ്ങൾ. സന്നിധാനത്തു നിന്നും ക്യാമറാമാൻ ബിച്ചു പോച്ചലിനൊപ്പം ജിതിൻ ചന്ദ്രൻ.